ഇപ്പോൾ നമ്മളുള്ളത് അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ വീട്ടിലാണ്. ശ്യാമിലിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശ്യാമിലിയുടെ അമ്മ വസന്ത ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. അമ്മ, മകളെ ഇന്നലെ എല്ലാ കേരളം കണ്ടതാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒരു 2 ദിവസത്തേക്ക് മുമ്പ് അവിടെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു പുതിയ കുട്ടി അവിടെ ജോലിക്ക് വരികയും ഇവളെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവളോട് സാറിൻ്റെ കൂടെ സംസാരിച്ച് ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു കാരണത്ത് ആ പുതിയ കൊച്ചുണ്ടാക്കിയ ഇഷ്യൂ ആണ്. അതുവരെ ഒരു കുഴപ്പമില്ലാതെ നല്ല സാറായിരുന്നു. അവൾ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് അവിടെയാണ് ജൂനിയറായിട്ട് അവൾ പ്രാക്ടീസ് ചെയ്തത്. 3 വർഷം ആയി. ഇതുവരെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഈ കൊച്ച് വന്നതിന് ശേഷമാണ് 3 ദിവസത്തിൻ്റെ ഇടയിലാണ് ഇത് മൊത്തത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഇവള് ജോലി ഇനി വേണ്ട, CA പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞ്. അപ്പോൾ എൻ്റെ നിർബന്ധത്താണ് ആ സാറ് കാല് പിടിച്ച് പറഞ്ഞ് എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു. ചേച്ചി, ഒരിക്കലത്തേക്കും ശ്യാമിലി ഓഫീസിൽ വന്ന ഒരു 4 ബലമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ശ്യാമിലിയെ ഓഫീസിൽ അയക്കണം. അവൾക്ക് അതിൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞാണ് അവൾ തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ പോയത്. ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. അവിടെ പോയപ്പോൾ വീണ്ടും ആ കൊച്ചെന്തോ പറഞ്ഞ് ഇവളെന്ത് ഇഷ്യൂ, ഞാൻ നിൻ്റെ കൂടി എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ എൻ്റെ ഇടയ്ക്കാണ് ഈ സാറ് നീ ആരോടെ സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് അടിച്ച് ഒരു 12:30 ആയപ്പോൾ എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ബെയിൻ അടിച്ചു എന്ന് പറഞ്ഞ്. അമ്മ വീഡിയോ കോൾ വാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോളെ കാരണം കുഞ്ഞി എല്ലാം മൊത്തച്ച് വന്ന് പൊട്ടിയിരിക്കുന്നു. എന്നാൽ ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. ഞാൻ ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വാലിൻ്റെ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്ന്. ഞാൻ മോൻ ഈ പാർട്ടിയിൽ ഇച്ചിരി ജോലിയുള്ളവനാണ്. അന്ന് അവൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഞാൻ മോൻ്റെ കൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ്. അവൻ പെട്ടെന്ന് പോയപ്പോൾ ഇയാൾ മോളെ കാല് പിടിക്കുന്നെന്ന്. ഇത് എനിക്കറിയാതെ സംഭവിച്ചതാണ്, ഇനി ഒന്നും സംഭവിക്കില്ല, എനിക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ്, എനിക്ക് ജീവിക്കണം, എനിക്ക് നാണക്കേട്, ഇത് വിശ്വാക്കല്ലേ എന്ന് മോളോട് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു ഒരടി കൊടുത്തത് മോള് താഴത്ത് വീണു. അവിടെ നിന്ന് ഇയാൾ ഓടാൻ വേണ്ടി നിന്നപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് വീട്ടിൽ നിന്ന് എൻ്റെ ബന്ധുക്കൾ വന്നിട്ട് സാർ പോയാൽ മതി, സാർ പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും അടിച്ചിട്ട് ആ നിലത്തിട്ട് വീണ്ടും അടിച്ചത്. എന്നിട്ട് മോൻ പോയാണ് അവിടെ മൊത്തത്തിൽ ഇഷ്യൂ ഉണ്ടാക്കി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അയാൾ ഓടാൻ വേണ്ടിയിട്ട് നിന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മോൻ പോലീസിനെ വിളിച്ചിട്ട് അവിടുത്തെ ബാർ അസോസിയേഷൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. അയാൾ എന്ത് കാരണം വെച്ചാലും അയാളെ വെറുതെ വിടരുത്. അവൾ ഡെലിവറി കഴിഞ്ഞ് 3 മാസം തികഞ്ഞതിൻ്റെ അന്ന് അവൾ വീണ്ടും ഓഫീസിൽ വർക്കിന് പോയതാണ്. ആ കുഞ്ഞിനെ ഞാനാണ് നോക്കുന്നത്. ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞില്ല, 6 മാസം പൂർത്തിയായതേ ഉള്ളൂ. അങ്ങനെയുള്ള കൊച്ചിനെയാണ് തല്ലിയത്. അവളെ അപ്പ വിദേശത്ത് പോയിട്ട് 22-23 വർഷമായി. മോളെ പഠിപ്പിച്ചതും വളർത്തിയതും മൊത്തത്തിൽ ഞാനാണ്. സാറ് ആരുടെയെങ്കിലും നാട്ടുകാരോട് ചോദിച്ചു നോക്കണം. എൻ്റെ നിലവിൽ ശ്യാമിലിയുടെ അവസ്ഥ എന്താണ്? ഇപ്പം മുഖത്തൊക്കെ നല്ല പാട്. ഇന്നലെ മുതൽ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ. ഇന്നലെ മൊത്തത്തിൽ ഞാൻ രാത്രി തൊട്ട് ഞാനും മോനും കൂടെ കൊണ്ട് നടന്നു. കുഞ്ഞിനെ പാല് കൊടുക്കാനോ ഒന്ന് ദേഹം കഴുകാനോ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പം കണ്ടല്ലോ അവളെ അവസ്ഥ. അവൾക്കൊന്ന് സംസാരിക്കാൻ പോലും വയ്യ. അതാണ് മീഡിയയുടെ മുമ്പ് അവൾ വരാത്തത്. അതുകൊണ്ട് എന്ത് നടപടി അയാൾക്ക് വേണ്ടെന്ന ശിക്ഷ തന്നെ കൊടുക്കണം. അയാളെ ആ സമയത്ത് ഞാൻ കണ്ടിരുന്നിരുന്നെങ്കിൽ എൻ്റെ നില തന്നെ തെറ്റിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് 27 വയസ്സായ കുഞ്ഞാണ് അവൾ, ഒരു കൊച്ചുകുട്ടിയാണ്. മോളെ ഇങ്ങനെ അയാൾ തല്ലുമോ? അത്ര അയാളെ സ്നേഹിച്ചിരുന്നു. നമ്മൾ ഫാമിലിയായിട്ട് സ്നേഹിച്ചിരുന്നു. അയാൾ വേറെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ആൾ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ അടിക്കുകയല്ല വേണ്ടത്. പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം വിളിച്ചിരുന്നോ? എന്തെങ്കിലും ഒത്തുതീർപ്പ് ശ്രമങ്ങളോ ഒക്കെ ആയി? ഈ ഇന്നലത്തെ ഇഷ്യൂവിന് ശേഷം അല്ല വിളിച്ചിരുന്നില്ല. ഫാമിലി ആരെങ്കിലും? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴും ഒളിവിലാണ്. രാഷ്ട്രീയപരമായൊക്കെ സ്വാധീനമുള്ള ആൾ കൂടിയാണ്. അപ്പം പിടിക്കപ്പെടുമെന്നോ പിടിക്കപ്പെട്ടാൽ തന്നെ ശിക്ഷയൊക്കെ ഉറപ്പാക്കാമെന്ന് വിശ്വാസമുണ്ട്. എന്ത് സ്വാധീനമുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചത് ഒരു മന്ത്രി ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊക്കെ വേണ്ടെന്നുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അത് മൊത്തത്തിൽ ഇന്നലെ കമൻറ്റ് വന്നതും അങ്ങനെയാണ്. അയാൾ ഒരു സഹോദരനോ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ ഇന്നലെ അയാളെ തല്ലി കൊല്ലേണ്ടതാണ്. പക്ഷേ എൻ്റെ മോനും എൻ്റെ മരുമോനും അങ്ങനെ ചെയ്തില്ല. അവർ മാക്സിമം ഈ മോളെ ഇന്നലെ വീട്ടിൽ വന്ന് ഇത്തിരി ജനങ്ങൾ വീട്ടിൽ ഇന്നലെ വന്നിരുന്നു. ആ ആൾക്കാർ മൊത്തം ചോദിച്ചു, നിങ്ങൾ പോയി പിന്നെ കേസൊക്കെ നിങ്ങൾ പോയി അയാളെ കയ്യെ വെട്ടിയെടുക്കാത്തെന്താണ് ഇത്തിരി പേര് ചോദിച്ചത്. ഇപ്പം നിലവിൽ പോലീസിലാണ് പരാതിയുള്ളത്. ഇതല്ലാതെ കൂടുതൽ ഉന്നത തലങ്ങളിലേക്ക് പരാതിയുമായി പോകാൻ ആലോചനയുണ്ട്. പിടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതറ്റം വരെ വേണമെങ്കിലും പോവാൻ
പോവും. ഈ കേസ് എന്തായാലും അയാൾ വെറുതെ തേച്ച് മാച്ച് മറ്റുള്ളവരെ പോലെ വിടാൻ ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്. അതായത് അവിടെ വേണ എല്ലാ കൊച്ചുങ്ങളും 3 മാസം നിൽക്കത്തില്ല. ഫയലൊക്കെ വലിച്ച് കീറി ആ പിള്ളേരെ ദേഹത്തുകൂടെ അങ്ങ് എറിഞ്ഞിട്ട് അവരെ മോശമായിട്ട് തെറി വരെ വിളിച്ച് അതിനെ കരഞ്ഞും കൊണ്ട് ഇത്തിരി പിള്ളേർ പോയി. മോൾ വന്ന് എന്നോട് ഷെയർ ചെയ്യും. അപ്പം മോൾ പറയും ഞാനാണ് അമ്മ അവരെ പിടിച്ചു നിർത്തി. ആ മുൻ ദേഷ്യത്ത് പിന്നെ അങ്ങ് സമാധാനപ്പെടും. അന്ന് ഓഫീസിൽ 3 വർഷം പിടിച്ചു നിന്നത് എൻ്റെ മോളാണ്. പക്ഷേ ഇത്ര ഇഷ്യൂ ആണെന്നും ഇങ്ങനെ പ്രശ്നമാണെന്നും ഇത്തിരി കൂടുതലാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുള്ളൂ. ഓഫീസുകാരി അത് ചോദിച്ചാലും പറയും ഞങ്ങളുടെ ഓഫീസിലെ കാര്യം അമ്മ അറിയണ്ട. അങ്ങനെ ഒന്നും പറയത്തില്ല. അവൾ അങ്ങനെ ഒരുപാടൊന്നും പറയത്തില്ല. അതുപോട്ട് വേറെ ഒരു പ്രശ്നത്തിനോ വഴക്കിനോ അവൾ പോകത്തില്ല. ഇവിടെ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും എൻ്റെ മോളെക്കുറിച്ച്. ആരോട് ചോദിച്ചാലും ഇന്ന് വരെ ഒരു മോശം ഇന്ന് വരെ തെറ്റ് ചെയ്തിട്ടില്ല. അവളെ കോളേജിലായാലും അവൾ സ്കൂളിലായാലും. അവൾ 10ൽ പഠിച്ചത് ഇവാൻസ് സ്കൂളിലാണ്. 10ഉം ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെന്നാണല്ലോ പറഞ്ഞത്. കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോഴേക്കാണ് പോവാം? നമ്മൾ ഒരു 8-8:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് പിടിക്കപ്പെടുമെന്നുള്ളതാണ്. പിടിക്കപ്പെടണം എന്ന് വെച്ചാൽ ഇത്രയും വഞ്ചിയൂർ കോടതിയിൽ അയാൾ ഒരു അഡ്വക്കേറ്റാണ്, എൻ്റെ മോളും ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് അയാൾ സീനിയർ ആയിരിക്കും, ജൂനിയർ ആയിരിക്കും, അതിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എന്തായാലും പിടിച്ച് ശിക്ഷ കൊടുത്തേ പറ്റൂ. ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. എൻ്റെ മോളെ മുഖം പഴയതുപോലെ എനിക്ക് കണ്ട് സഹിക്കാൻ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ മോൾക്ക് നീതി കിട്ടിയേ പറ്റൂ. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെയുള്ള സംഭവം വരരുത്.